സഭാ നടപടികൾ തുടങ്ങി. കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരാളെ പോലും കാണാനില്ല. ഇത് ചരിത്രത്തിൽ ആദ്യമെന്ന് രാജ്യം ഒരുമിച്ചു പറയുകയാണ്. സോണിയാഗാന്ധി തന്റെ 78ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ കോൺഗ്രസിന്റെ തകർച്ചയാണ് അവർക്ക് മുന്നിലുള്ളത്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസിന്റെ അമരത്തേക്ക് വന്ന സോണിയ കഴിഞ്ഞ വർഷമാണ് പടിയിറങ്ങിയത്. ഇതുവരെ അവർ കാണാത്തൊരു കാഴ്ചയിലൂടെയാണ് ഈ 78ാമത്തെ ജന്മദിനത്തിൽ അവര് പോകുന്നതും. ശേഷം തന്റെ 2 മക്കളെയും അവർ ഇതേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ പോലും കോൺഗ്രസിന് മുന്നിൽ നിർത്താനില്ല എന്നുള്ളതാണ്. ചതി പറ്റി എന്ന് ഒരേ സ്വരത്തിൽ പ്രതിപക്ഷം ആവർത്തിച്ചു പറയുമ്പോഴും ഏറെ വൈകിയാണെങ്കിലും BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ട്. പക്ഷെ അപ്പോഴും കോൺഗ്രസിന് ആളില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരെയായി കാര്യങ്ങൾ. അപ്പോഴും കോൺഗ്രസ് UP അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളെയും പിരിച്ചുവിടുക എന്നതിനേക്കാൾ ശുഭകരമായ ഒരു വാർത്തയുമില്ല. രണ്ടും കൽപ്പിച്ച തലക്കനമേറിയ നേതാക്കളെയെല്ലാം തൂത്തെറിഞ്ഞ് ഈ പാർട്ടി ഉടച്ചു വാർക്കേണ്ടതുണ്ട് എന്ന് പ്രിയങ്ക പറഞ്ഞെടുത്താണ് ഇപ്പോൾ കോൺഗ്രസിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് BJP MLA രാഹുൽ നർവേർക്കർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. 2022 മുതൽ 2024 വരെ മുഖ്യമന്ത്രിയായിരുന്ന ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാരിന്റെ കാലത്തും നർവേർക്കർ സ്പീക്കറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്ത് പക്ഷേ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും സാധിക്കാത്ത തരത്തിലാണ് അവർ തകർന്നടിഞ്ഞത്. ഇവിടെ എതിരില്ലാതെയാണ് നർവേർക്കർ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. സഭയിലെ 288 MLA-മാരിൽ 230 പേരുടെ ഭൂരിപക്ഷം മഹായുതി സഖ്യത്തിനുള്ളതിനാൽ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയാലും നർവേർക്കറിന് തന്നെയാണ് ജയം എന്നതാണ് ഇതിലുള്ള കാര്യം. 14ാം സംസ്ഥാന അസംബ്ലിയിൽ ശിവസേനയുടെയും NCPയുടെയും പിളർപ്പിന് ശേഷം സ്പീക്കർ എന്ന നിലയിൽ നർവേർക്കർ 2 പ്രധാന വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പാർട്ടിയുടെ ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണയുള്ള ഏകനാഥ് ഷിൻഡെ വിഭാഗം നിയമാനുസൃതവും യഥാർത്ഥ ശിവസേനയുമാണെന്ന് നർവേർക്കർ ഈ വർഷം ജനുവരിയിലാണ് വിധി പറഞ്ഞത്. സമാനമായി അജിത് പവാർ പക്ഷത്തെ യഥാർത്ഥ NCP ആയി നർവേർക്കർ ഈ വർഷം ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മഹായുതി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ശിവസേനയിൽ 20 MLA-മാരാണ് ഉദ്ധവ് വിഭാഗത്തിനുള്ളത്. കോൺഗ്രസിന് ആകെ 16 MLA-മാർ. ശരത് പവാറിന്റെ NCPക്ക് 10 പേരും CPM-ന് 1 അടക്കം ആണ് ഇന്ത്യ മുന്നണി ഇവിടെയുള്ളത്. കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ തകർന്ന തരിപ്പണമായി എന്ന് തന്നെ പറയാം.